PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 31 മുതൽ പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിൻ്റെ പേര് അളകനന്ദ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിൻ്റെ പേര് അളകനന്ദ. ഹിമാലയൻ നദിയായ അളകനന്ദയുടെ പേരാണ് താരാപഥത്തിനും നൽകിയത്. അതായത് ഹിമാലയൻ നദിയായ അളകനന്ദയുടെ പേര് തന്നെയാണ് താരാപഥത്തിനും നൽകിയിട്ട് കേട്ടോ. പൂനെ കേന്ദ്രമായുള്ള നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരായ റാഷി ജെയിൻ, യോഗേഷ് വഡാഡേക്കർ എന്നിവരാണ് ഇത് കണ്ടെത്തിയത്. പൂനെ കേന്ദ്രമായുള്ള നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരായ റാഷി ജെയിൻ, യോഗേഷ് വഡാഡേക്കർ എന്നിവരാണ് ഇത് കണ്ടെത്തിയത്. നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ആകാശഗംഗയ്ക്ക് സമാനമായ സർപ്പിൾ ആകൃതിയിലുള്ള താരാപഥത്തെ കണ്ടെത്തിയത്. സ്പൈറൽ ഗാലക്സി. നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ആകാശഗംഗയ്ക്ക് സമാനമായ സർപ്പിൾ ആകൃതിയിലുള്ള താരാപഥത്തെ കണ്ടെത്തിയത്. പ്രപഞ്ചത്തിന് 150 കോടി വർഷം പഴക്കമുള്ളപ്പോൾ മുതലുള്ള ഗാലക്സിയാണിതെന്നാണ് വിലയിരുത്തൽ. ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. അപ്പോൾ പ്രപഞ്ചത്തിന് 150 കോടി വർഷം പഴക്കമുള്ളപ്പോൾ മുതലുള്ള ഗാലക്സിയാണിതെന്നാണ് കണ്ടെത്തപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. കാലാവസ്ഥ പഠനത്തിനായി ബെലറൂസ് പറത്തുന്ന ബലൂണുകൾ കൊണ്ട് സഹിക്കെട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അയൽരാജ്യം ആണ് ലിത്വാനിയ. കാലാവസ്ഥാ പഠനത്തിനായി ബെലറൂസ് പറത്തുന്ന ബലൂണുകൾ കൊണ്ട് സഹികെട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അയൽരാജ്യമാണ് ലിത്വാനിയ. റഷ്യയുടെ സഖ്യരാജ്യമായ ബെലറൂസിൻ്റെ നടപടി രാജ്യസുരക്ഷയെ ബാധിക്കുന്നുവെന്നാണ് യുക്രൈനോട് അനുഭാവമുള്ള ലിത്വാനിയയുടെ നിലപാട്. റഷ്യയുടെ സഖ്യരാജ്യമായ ബെലറൂസിൻ്റെ നടപടി രാജ്യസുരക്ഷയെ ബാധിക്കുന്നുവെന്നാണ് യുക്രൈനോട് അനുഭാവമുള്ള ലിത്വാനിയയുടെ നിലപാട്. നവനീത് കുമാർ സെഹ്ഗാൾ അടുത്തിടെ ഏത് പദവിയാണ് രാജിവെച്ചത്? പ്രസാർ ഭാരതി ബോർഡ് ചെയർമാൻ. നവനീത് കുമാർ സെഹ്ഗാർ അടുത്തിടെ ഏത് പദവിയാണ് രാജിവെച്ചത്? പ്രസാർ ഭാരതി ബോർഡ് ചെയർമാൻ. ഇനി ചെറിയൊരു ബോക്സിൽ ദീപാവലി സാംസ്കാരിക പൈതൃക പട്ടികയിൽ അതിനെക്കുറിച്ചുള്ള പോയിന്റുകളാണ് ഇനി പറയുന്നത് കേട്ടോ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യയിലെ ആഘോഷമാണ് ദീപാവലി. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യയിലെ ആഘോഷമാണ് ദീപാവലി. 2025 ഡിസംബർ 10 ന്യൂഡൽഹിയിൽ നടന്ന യുനെസ്കോയുടെ ഇന്റർ ഗവൺമെൻറ്റൽ യോഗത്തിലാണ് പ്രഖ്യാപനമുണ്ടായത്. അപ്പോൾ 2025 ഡിസംബർ 10 ന്യൂഡൽഹിയിൽ നടന്ന യുനെസ്കോയുടെ ഇന്റർ ഗവൺമെൻറ് യോഗത്തിലാണ് പ്രഖ്യാപനമുണ്ടായത്. ലോകത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിലാണ് ദീപാവലി ഉൾപ്പെടുത്തപ്പെട്ടത്. ലോകത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിലാണ് ദീപാവലി ഉൾപ്പെടുത്തപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന 16ാമത്തെ ഇനമാണിത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് 16ാമത്തെ ഇനമായിട്ടാണ് ദീപാവലി പരിഗണിക്കപ്പെടുന്നത്. കുംഭമേള, കൊൽക്കത്തയിലെ ദുർഗാപൂജ, ഗുജറാത്തിലെ ഗർഭ നൃത്തം, യോഗ, കേരളത്തിലെ കൂടിയാട്ടം, മുടിയേറ്റ് തുടങ്ങിയ 15 ഇനങ്ങൾ നേരത്തെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന 16ാമത്തെ ഇനമാണിത്. കുംഭമേള, മറ്റ് ഇടം പിടിച്ച കലാരൂപങ്ങളാണ് കുംഭമേള, കൊൽക്കത്തയിലെ ദുർഗാപൂജ, ഗുജറാത്തിലെ ഗർഭ നൃത്തം, യോഗ, കേരളത്തിലെ കൂടിയാട്ടം, മുടിയേറ്റ് തുടങ്ങിയവ 15 ഇനങ്ങൾ നേരത്തെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പോയിൻ്റായിട്ടാണ് പറയുന്നത്, ഒരു വർഷത്തിലേറെ കാലാവധി ബാക്കി നിൽക്കുകയാണ് രാജ്യം. അതായത് നവനീത് കുമാർ സെഹ്ഗാർ അടുത്തിടെ ഏത് പദവിയാണ് രാജിവെച്ചത്? നമ്മൾ പറഞ്ഞു, ഏതാണ്? പ്രസാർ ഭാരതി ബോർഡ് ചെയർമാനാണ്. അദ്ദേഹം ഒരു വർഷത്തിലേറെ കാലാവധി ബാക്കി നിൽക്കുകയാണ് രാജിവെച്ചത്. ഡിസംബർ 5 അന്തരിച്ച ഫ്രാങ്ക് ഗഹ്രി ഏത് നിലയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്? വാസ്തുശില്പി കേട്ടോ. അപ്പോൾ ഡിസംബർ 5 അന്തരിച്ച ഫ്രാങ്ക് ഗഹ്രി ഏത് നിലയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്? വാസ്തുശില്പി. സ്പെയിനിലെ ബിൽബാവോയിലെ ഗൂഗെൻഹൈം മ്യൂസിയം, ലോസ് ആഞ്ചലീസിലെ വാൾട്ട് ഡിസ്നി കൺസേർട്ട് ഹാൾ തുടങ്ങിയവ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത നിർമ്മിതികളാണ്. സ്പെയിനിലെ ബിൽബാവോയിലെ ഗൂഗെൻഹൈം മ്യൂസിയം, ലോസ് ആഞ്ചലീസിലെ വാൾട്ട് ഡിസ്നി കൺസേർട്ട് ഹാൾ തുടങ്ങിയവ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത നിർമ്മിതികളാണ്. കാനഡയിൽ ജനിച്ച ഗഹ്രി 1940 US കുടിയേറുകയായിരുന്നു. വാസ്തുശില്പരംഗത്തെ പരമോന്നത ബഹുമതിയായ പ്രിറ്റ്സ്കർ സമ്മാനം 1949 ലഭിച്ചു.
അപ്പോൾ കാനഡയിൽ ജനിച്ച ഗഹ്രി 1940 US കുടിയേറുകയായിരുന്നു. മാത്രമല്ല വാസ്തുശില്പ രംഗത്തെ പരമോന്നത ബഹുമതിയായ പ്രിറ്റ്സ്കർ സമ്മാനം 1949 ലഭിച്ചിരുന്നു. ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പേരാണ് ഇടം പിടിച്ചത്? നിതീഷ് കുമാർ, ബീഹാർ കേട്ടോ, ബീഹാർ മുഖ്യമന്ത്രിയുടെ. ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പേരാണ് ഇടം പിടിച്ചത്? നിതീഷ് കുമാർ, ബീഹാർ. സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രിയായ ഏക വ്യക്തി എന്ന നിലയിലാണ് ഇടം പിടിച്ചത് കേട്ടോ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രിയായ ഏക വ്യക്തി എന്ന നിലയിലാണ് ഇദ്ദേഹം ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ 150 ഏക്കർ ഭൂമി മിസൈൽ നിർമ്മാണ യൂണിറ്റിനായി DRDOക്ക് കൈമാറാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. അപ്പോൾ എവിടെയാണ്? കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ 150 ഏക്കർ ഭൂമി മിസൈൽ നിർമ്മാണ യൂണിറ്റിനായി DRDOക്ക് കൈമാറാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. സായുധ സേന പതാക ദിനം എന്നാണ് ഡിസംബർ 7 കേട്ടോ. സായുധ സേന പതാക ദിനം എന്നാണ് ഡിസംബർ 7. രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായി 1949 പതാക ദിനം ആചരിച്ചു വരുന്നു. അപ്പോൾ രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായി 1949 മുതൽ പതാക ദിനം ആചരിച്ചു വരുന്നു. ന്യൂയോർക്ക് ടൈംസിൽ 2025 സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടനാണ് ഷാറൂഖ് ഖാൻ. ന്യൂയോർക്ക് ടൈംസിൻ്റെ 2025 സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടനാണ് ഷാറൂഖ് ഖാൻ. 2025 മെയ് 5 ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന ഫാഷൻ മഹോത്സവമായ മെറ്റ് ഗാലയിലെ സാന്നിധ്യമാണ് ഷാരൂഖിന് പട്ടികയിലേക്ക് വഴി തുറന്നത്. 2025 മെയ് 5 ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന ഫാഷൻ മഹോത്സവമായ മെറ്റ് ഗാലയിലെ സാന്നിധ്യമാണ് ഷാരൂഖിന് പട്ടികയിലേക്ക് വഴി തുറന്നത്. 16 വയസ്സിൽ താഴേക്കുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമത്തിൽ നിന്ന് വിലക്കുന്ന ആദ്യ രാജ്യം ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമത്തിൽ നിന്ന് വിലക്കുന്ന ആദ്യ രാജ്യം ഓസ്ട്രേലിയ. ഫേസ്ബുക്ക്, എക്സ്, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലെ കൗമാരക്കാരുടെ ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ 2025 ഡിസംബർ 9 നിർജ്ജീവമാക്കി. അപ്പോൾ ഫേസ്ബുക്ക്, എക്സ്, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലെ കൗമാരക്കാരുടെ ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളാണ് 2025 ഡിസംബർ 9 നിർജ്ജീവമാക്കിയത്. ഏത് രാജ്യം? ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര പർവ്വത ദിനം. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്ന് പറയുന്നത് ഡിസംബർ 11 കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. ഗ്ലാഷ്യസ് മാറ്റർ ഫോർ വാട്ടർ, ഫുഡ് ആൻഡ് ലിവ്ലിഹുഡ്സ് ഇൻ മൗണ്ടെയ്ൻസ് ആൻഡ് ബിയോണ്ട് എന്നതാണ് 2025 ദിനാചരണത്തിൻ്റെ വിഷയം. അപ്പോൾ ഗ്ലാഷ്യസ് മാറ്റർ ഫോർ വാട്ടർ, ഫുഡ് ആൻഡ് ലിവ്ലിഹുഡ്സ് ഇൻ മൗണ്ടെയ്ൻസ് ആൻഡ് ബിയോണ്ട് എന്നതാണ് 2025 ദിനാചരണം. ഓക്കെ. 2025 വ്യക്തിയായ അമേരിക്കൻ മാഗസീനായ ടൈംസ് തിരഞ്ഞെടുത്തത് AI ശില്പികളെയാണ് കേട്ടോ. അപ്പോൾ 2025 വ്യക്തിയായിട്ട് അമേരിക്കൻ മാഗസീനായ ടൈംസ് തിരഞ്ഞെടുത്തത് AI ശില്പികളെയാണ്. AI കുതിപ്പിന് തുടക്കമിട്ട വർഷം എന്നാണ് 2025 ടൈം വിശേഷിപ്പിച്ചത്. AI കുതിപ്പിന് തുടക്കമിട്ട വർഷം എന്നാണ് 2025 ടൈം വിശേഷിപ്പിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു 2024 വ്യക്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു 2024 വ്യക്തി കേട്ടോ. ഡിസംബർ 12 അന്തരിച്ച ശിവരാജ് പാട്ടീൽ കേന്ദ്രമന്ത്രിസഭയിൽ ഏതെല്ലാം വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിലെ പ്രതിരോധം, സിവിൽ ഏവിയേഷൻ, ആഭ്യന്തര വകുപ്പുകൾ. 2012 അന്തരിച്ച ശിവരാജ് പാട്ടീൽ കേന്ദ്രമന്ത്രിസഭകളിൽ ഏതെല്ലാം വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ പ്രതിരോധം, സിവിൽ ഏവിയേഷൻ, ആഭ്യന്തര വകുപ്പുകൾ. ഓക്കെ. അപ്പോൾ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് ഇവരുടെ മന്ത്രിസഭകളിൽ പ്രതിരോധം, സിവിൽ ഏവിയേഷൻ, ആഭ്യന്തരം വകുപ്പുകളാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ 2008 നവംബർ 26 മുംബൈയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ശിവരാജ് പാട്ടീൽ ആയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അപ്പോൾ 2008 നവംബർ 26 മുംബൈയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ശിവരാജ് പാട്ടീൽ ആയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. 1989 മുതൽ 1996 വരെ ലോക്സഭാ സ്പീക്കറായും പ്രവർത്തിച്ചു. മഹാരാഷ്ട്ര നിയമസഭയുടെ സ്പീക്കറായും പ്രവർത്തിച്ചിരുന്നു കേട്ടോ. അപ്പോൾ 1889 മുതൽ 1996 വരെ ലോക്സഭാ സ്പീക്കറായും പ്രവർത്തിച്ചു. മഹാരാഷ്ട്ര നിയമസഭയുടെ സ്പീക്കറായും പ്രവർത്തിച്ചിരുന്നു. ഒഡീസി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ ഉൾപ്പെടെ ഏതാനും കൃതികളും രചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഡീസി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ ഉൾപ്പെടെ ഏതാനും കൃതികളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്.
കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. ഓപ്പൺ മാഗസിൻ മാനേജിംഗ് എഡിറ്ററായ ഇദ്ദേഹം തിരുവല്ല സ്വദേശിയാണ്. ഓപ്പൺ മാഗസിൻ മാനേജിംഗ് എഡിറ്ററായ ഇദ്ദേഹം തിരുവല്ല സ്വദേശിയാണ്. രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ. സുരേന്ദ്ര സിംഗ് മീണ, അശുതോഷ് ചതുർവേദി, സ്വാഗത് ദാസ്, സുധാ റാണി റിലങ്കി, ഖുശ്വന്ത് സിംഗ് സേഥി, ജയവർമ്മ സിൻഹ, രാജീവ് കുമാർ ജിൻദാൽ എന്നിവരാണ് പുതുതായി നിയമിക്കപ്പെട്ട മറ്റു കമ്മീഷണർമാർ കേട്ടോ. രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സുരേന്ദ്ര സിംഗ് മീണ, അശുതോഷ് ചതുർവേദി, സ്വാഗത് ദാസ്, സുധാ റാണി റിലങ്കി, ഖുശ്വന്ത് സിംഗ് സേഥി, ജയവർമ്മ സിൻഹ, സഞ്ജീവ് കുമാർ ജിൻദാൽ എന്നിവരാണ് പുതുതായി നിയമിക്കപ്പെട്ട മറ്റു കമ്മീഷണർമാർ. അപ്പോൾ രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കൂടാതെ സുരേന്ദ്ര സിംഗ് മീണ, അശുതോഷ് ചതുർവേദി, സ്വാഗത് ദാസ്, സുധാ റാണി റിലങ്കി, ഖുശ്വന്ത് സിംഗ് സേഥി, ജയവർമ്മ സിൻഹ, സഞ്ജീവ് കുമാർ ജിൻദാൽ എന്നിവരാണ് പുതുതായി നിയമിക്കപ്പെട്ട മറ്റു കമ്മീഷണർമാർ. ലോക ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനുള്ള 2025 ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം നേടിയ മലയാളിയാണ് തൃശ്ശൂർ സ്വദേശിയായ ശ്രേയസ് കിരൺ. അപ്പോൾ ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3-നാണ് കേട്ടോ. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3-നാണ്. അപ്പോൾ ലോക ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനുള്ള 2025 ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം നേടിയ മലയാളി തൃശ്ശൂർ സ്വദേശിയായ ശ്രേയസ് കിരണാണ് കേട്ടോ. ഓച്ചിറ സ്വദേശിയായ മുഹമ്മദ് യാസിൻ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരവും നേടി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. അപ്പോൾ ഓച്ചിറ സ്വദേശിയായ മുഹമ്മദ് യാസിനാണ് ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരവും നേടിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്